Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina may yahdihillahu fala mudilla lahu wa may yudlil fala hadiya lahu wa nashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan 'abduhu wa rasuluhu arsalahu bil huda wa dinil haqq ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന് വളരെ അടുത്തെത്തി നിൽക്കുന്ന സമയത്താണ് നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റമദാനിൻ്റെ തൊട്ടു മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ വിളിച്ച് റമദാൻ ഇതാ നമ്മളിലേക്ക് സമാഗതമാകുന്നു എന്ന് പറയാൻ ഉപയോഗിച്ച വാക്ക് ഖദ് അളല്ലുക്കും ഷഹ്റുൻ അളീമുൻ മുബാറക്കുൻ എന്നാണ്. പ്രവാചകൻ പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ്: ഇതാ ബർക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരു മാസം കൊണ്ട് അള്ളാഹു നമ്മളെ പൊതിഞ്ഞിരിക്കുന്നു. ആ മാസത്തിൽ ഇതാ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ആ മാസത്തിന്റെ പേരാകുന്നു റമദാൻ. അങ്ങനെയാണ് പ്രവാചകൻ സഹാബാക്കളോട് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വചനത്തിലുണ്ട് സത്യത്തിൽ റമദാൻ മറ്റുള്ള മാസങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് എന്ന്. പ്രവാചകന്റെ വാക്കിലുള്ളത് 30 ദിവസവും അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് വരാനുള്ളത് എന്നാണ്. 24 മണിക്കൂറും അള്ളാഹുവിന്റെ റഹ്മത്ത് ചൊരിയുന്ന ഏകമാസമാണ് വരാനിരിക്കുന്നത് എന്നാണ്. നമ്മളുടെ പ്രാർത്ഥനകൾക്കും ചെറിയ നന്മകൾക്കും അറ്റമില്ലാത്തതും ഫർളിന്റെയും കൂലി നൽകുന്ന 30 ദിവസമാണ് വരാനിരിക്കുന്നത് എന്നാണ്. നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പം അല്ലാഹുമ്മ അഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക എന്ന് ചൊല്ലുന്നതിന് ഇന്നത്തെ കൂലിയും 2 ദിവസം കഴിഞ്ഞാലുള്ള കൂലിയും അജഗജാന്തര വ്യത്യാസമാണ്. ഒന്ന്, ആരാധനാകർമ്മം ഫറളായി നമ്മൾ നിർവഹിക്കുമ്പോൾ ഉള്ള അതേ കൂലിയാണ് റമദാനിൽ ഒരു സുന്നത്ത് ചെയ്യുമ്പോൾ. പ്രവാചകൻ അതാണ് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് സത്യത്തിൽ റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രാധാന്യമുള്ളതായി തീരുന്നത് എന്നതിന് ഏറ്റവും ലളിതമായ മറുപടി നമ്മുടെ ഭയപ്പാടിന് പരിഹാരമാണ് റമദാൻ എന്നതാണ്. എന്താണ് നമ്മുടെ പേടി? നമ്മൾ അടിസ്ഥാനപരമായി വിശ്വാസികളാണല്ലോ. നമ്മുടെ പേടി എന്താണ്? നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പതിയെ പതിയെ തെറ്റിപ്പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് അബദ്ധങ്ങൾ വരുമ്പം, അതിനിടയിൽ ഒരു ഖുതുബ ഉണ്ടാകും, ക്ലാസ് ഉണ്ടാകും, യൂട്യൂബിലൊരു പ്രസംഗം കേൾക്കും, മൗലവിമാർ ചിലപ്പോൾ നേരിട്ട് കാണും, നാട്ടിലൊരു അപകടം ഉണ്ടാകും, ഒരു മരണത്ത് പങ്കെടുക്കുമ്പോൾ നമ്മുടെ നെഞ്ചിങ്ങനെ പടക്കും. പടച്ചോനെ,
ഞാൻ ഈ പോക്ക് പോയാൽ നരകത്ത് പോകുമല്ലോ എന്ന ഭയം, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് ഞാൻ വിധേയമാകുമല്ലോ എന്ന ഭയം, അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള ലോകത്ത് ഏറ്റവും വലിയ ബേജാറും വെപ്രാളവും അതാണ്. ഞാനിപ്പോ അങ്ങനെ ഈ പോകുമ്പോ എന്തൊക്കെ ഞാൻ ന്യായീകരിച്ചാലും ഒരു ദിവസം അറ്റാക്ക് വന്ന് കുടിയിലേക്ക് പോയാൽ പടച്ചോനെ നരകത്ത് പോകേണ്ടി വരുമല്ലോ എന്ന പേടി നമ്മളെ വല്ലാതെ അകറ്റും, നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കും. ആയത്തു ഹദീസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നെഞ്ചു പടക്കും. അവിടെയാണ് അള്ളാഹു ഒരു 30 ദിവസത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് പ്രവാചകന്റെ വാക്കിട്ടോ, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ല, ഒരാൾ റമദാനിൽ ശരിക്കും ഒരു നോമ്പ് അള്ളയും റസൂലും പറഞ്ഞ പോലെ നോറ്റാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, 70 വർഷത്തെ യാത്രാദൂരത്തേക്ക് നരകത്തിൽ നിന്ന് അള്ളാഹു ഒരു നോമ്പ് കൊണ്ട് അകറ്റും. നമുക്ക് സമാധാനം തരിക പടച്ചോൻ, സാരല്ലടാ ഇതുവരെ ചെയ്ത് സാരല്ല, നിന്റെ മുന്നിൽ ഇതാ ഞാൻ 30 ദിവസം തരികയാണ്, അതിൽ ഒരു നോമ്പ് നീ ആത്മാർത്ഥമായി നോറ്റാൽ ബാക്കി 30 നോമ്പ് നീ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ നോമ്പ് കൊണ്ടും 70 വർഷത്തെ യാത്രാദൂരം നരകത്തിൽ നിന്ന് ഞാൻ നിന്നെ കാത്തുരക്ഷിക്കുകയും രക്ഷപ്പെടുത്തുകയും അകറ്റി നിർത്തുകയും ചെയ്യും. അതെത്രയാണ് പ്രവാചകരെ? 70 വർഷം എന്ന് പറഞ്ഞാൽ ഒരു നോമ്പുകൊണ്ട് 70 വർഷം നരകത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയും. അത്രയും ദൂരത്തേക്ക് അകറ്റും എന്ന് പറഞ്ഞാൽ എങ്ങനെ നബിയെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് പറഞ്ഞു തരാണ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ല, ആരെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ നന്നായി അള്ള പറഞ്ഞ പോലെ നോമ്പ് പറ്റും, ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖൻ, നരകത്തിനും നമ്മൾക്കുമിടയിൽ അള്ളാഹു കിടങ്ങ് പോലെ ഉണ്ടാക്കും, ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത കിടങ്ങായിരിക്കും. ഇനി നിങ്ങളുടെ സംശയം എത്ര ദൂരമുണ്ടാകുമെന്നല്ലേ? ബൈനസ്സമാഇ വബൈനൽ അർദ്, നമ്മളും നരകത്തിനുമിടയിൽ ഒരൊറ്റ നോമ്പുകൊണ്ട് ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരം പോലെ അള്ളാഹു ഒരൊറ്റ നോമ്പുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മുടെ ഭയമായ നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റുകയും ചെയ്യും ഒരു നോമ്പുകൊണ്ട്. ഇതാണ് സമാധാനം. ഇതാണ് തിരക്കു പിടിച്ച യാന്ത്രികമായ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒന്ന്, ആശുപത്രിയിൽ കിടക്കുമ്പോൾ നമ്മൾക്ക് ബേജാറ് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ബില്ലിനെ കുറിച്ചിട്ടല്ല, അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതിരുന്നാൽ, നമ്മുടെ അവസാനത്തെ ദിവസമായാൽ പടച്ചവനെ എങ്ങനെ നിന്നെ കണ്ടുമുട്ടും, ഞാൻ ചെയ്തു വെച്ച തിന്മകളും രഹസ്യത്തിലും പരസ്യത്തിലും എന്റെ സമ്പത്തിലും എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും എന്റെ സംഭാഷണത്തിലും ഞാൻ ആളുകളുമായി ഇടപെടുന്ന മേഖലകളിലും നാഥ നിനക്കിഷ്ടമില്ലാത്തത് സംഭവിക്കുക വഴി നരകത്തിലേക്ക് എത്തിപ്പെട്ടു പോകുമോ എന്ന ഭയത്തിൽ നിന്നുള്ള മോചനമാണ് റമദാനിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരം പോലെ ഓരോ നോമ്പുകൊണ്ടും അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കും. എന്നിട്ട് അള്ളാഹു സന്തോഷ വർത്തമാനമായി അതിന്റെ മുകളിൽ നമ്മൾക്ക് പറഞ്ഞു തന്നു, മൻ സ്വാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാ, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി നോമ്പ് നോറ്റാൽ ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന, അവന്റെ മേൽ ഞാനിതാ സീല് വെക്കും, അവന്റെ മേൽ ഞാനിതാ തീരുമാനം കൽപ്പിക്കും. എന്ത്? അവന് 100% സ്വർഗമുണ്ട് എന്ന് ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും റമദാനിന്റെ നോമ്പുകൊണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞത് റമദാൻ എന്തുകൊണ്ടാണ് നമ്മുടെ സന്തോഷം എന്ന ചോദ്യത്തിന് നമ്മുടെ ഭയപ്പാടിനെ മാറ്റി നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദമായ സ്വർഗം നമ്മൾക്ക് അല്ലാഹു നൽകും എന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റമദാൻ എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ, റമദാൻ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ആർക്ക്? നമുക്ക്. റമദാൻ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, നമുക്ക് വേണ്ടിയാണ്. അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുള്ള ഓശാരമാണ് റമദാൻ. എന്തുകൊണ്ട് സഹോദരങ്ങളെ? റമദാൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ 11 റക്അത്ത് തഹജ്ജുദോ തറാവീഹിയോ ഖിയാമുൽ ലൈലോ ജീവിതത്തിൽ നിസ്കരിക്കുമായിരുന്നു. 11 റക്അത്ത്, 1 നിസ്കരിക്കുമായിരിക്കാം, 3 നിസ്കരിക്കുമായിരിക്കാം, ഏറി വന്നാൽ 5-7 നിസ്കരിക്കുമായിരിക്കാം. 11 റക്അത്ത് ഖിയാമുൽ ലൈൽ നമ്മുടെ ജീവിതത്തിൽ 70 കൊല്ലം ജീവിച്ചാലും ഞാനും നിങ്ങൾ നിസ്കരിക്കുമായിരുന്നു. സഹോദരങ്ങളെ,
ജീവിതത്തിൽ 10-50 കൊല്ലം ജീവിച്ചാലും ഒരു തവണയെങ്കിലും കൃത്യതയോടെ അടയാളം വെച്ച് ഖത്തം തീർക്കുമായിരുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ മുഴുവൻ നിർത്തിവെച്ച് അല്ലാഹുവേ സംഭവിച്ച പാപങ്ങൾ നീ പുറത്തു തരണമേ എന്ന് റമളാനിൽ തേടുന്ന പോലെ റമളാനില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നോ? ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മാസം, 40 കൊല്ലം ജീവിച്ചാൽ ഏതെങ്കിലും ഒരു മാസം 10 ദിവസമെങ്കിലും നമ്മൾ നോമ്പ് നോൽക്കുമായിരുന്നോ? ഒന്നും നടക്കൂല. നമ്മുടെ തിരക്ക് സമ്മതിക്കൂല, ശൈത്താൻ സമ്മതിക്കൂല, ദുനിയാവിലുള്ള ഇഷ്ടം സമ്മതിക്കൂല. അവിടെയാണ് അല്ലാഹു നമ്മൾക്ക് നമ്മുടെ അനുഗ്രഹമായി, നമ്മൾക്ക് രക്ഷപ്പെടാനായി, നമ്മൾക്ക് അവനോട് അടുക്കാനായി അല്ലാഹു തന്ന സമ്മാനത്തിന്റെ പേരാണ് റമളാൻ. റമളാൻ ഇല്ലായിരുന്നെങ്കിൽ എന്നത് ആലോചിക്കുമ്പോഴാണ് കിട്ടിയ നമുക്കതിന്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയുക. സഹോദരങ്ങളെ, അവിടെ അല്ലാഹു നമ്മുടെ തൊട്ടു മുന്നിൽ റമളാൻ എത്തിച്ചു തന്നു. അല്ലാഹു നൽകുമാറാകട്ടെ, ആമീൻ. സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ മനസ്സിൽ 2 ചിന്തകൾ ഉണ്ടാകണം. ഒന്ന്, പ്രവാചകൻ പറഞ്ഞ ഈ വാക്കിന്റെ കൂടെ നമ്മൾ ഉണ്ടാകണം. അതെന്താണ്? അർ-റമളാനു വൽ ഖുർആനു യശ്ഫഅാനി ഫീ യൗമിൽ ഖിയാമ. ഈ റമളാനിനെ, ഈ പറഞ്ഞ പുണ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്വർഗ്ഗം ലഭിക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന അടിസ്ഥാനപരമായ ഈ പുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾ റമളാനിനെ ഉപകാരപ്പെടുത്തിയാൽ, അധ്വാനിച്ചാൽ, പരിശ്രമിച്ചാൽ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അയാൾ അങ്ങേയറ്റം അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്താൽ ആ റമളാൻ നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയും. ഇതാണ് ഒരു വിഭാഗം. ഞാനടക്കം ഈ പള്ളിയിലുള്ള ഒരു വിഭാഗം ആളുകൾക്ക് ഈ 2025 റമളാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയും. എന്നാൽ രണ്ടാമത്തൊരു വിഭാഗം, പ്രവാചകൻ പറഞ്ഞത് റമളാൻ ജീവിതത്തിൽ ലഭിച്ച് അള്ളാഹുവും പ്രവാചകനും പറഞ്ഞ പോലെ ഉപകാരപ്പെടുത്താത്തവന് റഗിമ അൻഫുഹു, റഗിമ അൻഫുഹു, റഗിമ അൻഫുഹു, മലക്കിന്റെ പ്രാർത്ഥനയാണ്. അയാൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. സഹോദരങ്ങളെ, തൊട്ടു മുന്നിലാണ് റമളാൻ. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ കുടുംബമല്ല, അങ്ങാടിയല്ല, മഹല്ലല്ല. നമ്മൾ തീരുമാനിക്കണം. റമളാൻ സ്വർഗത്തിന് വേണ്ടി നമ്മൾക്ക് അനുകൂലമായി ശുപാർശ പറയുന്നവരുടെ വിഭാഗത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണമോ? അല്ല, റമളാൻ കിട്ടിയിട്ടും അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമോ? അതിൽ ധീരമായി തീരുമാനിക്കാൻ കഴിയണം. റമളാൻ കൊണ്ട് സ്വർഗം ലഭ്യമാകുന്ന, ശുപാർശ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം എന്ന് തീരുമാനിക്കണം. ആ തീരുമാനമുണ്ടായാൽ പിന്നീട് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞ പോലെ പ്ലാനിങ്ങോടുകൂടി ഈ റമളാനിൽ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. എവിടെ മുതൽ തുടങ്ങണം? നമ്മൾ പറയുന്നത് ഇനി ഒരു ദിവസത്തെ റമളാനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം റമളാൻ എങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നതാണ് വളരെ ഹ്രസ്വമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, റമളാൻ നമ്മൾക്ക് അനുകൂലമായി ശുപാർശ പറയുവാൻ നമ്മൾ എപ്പോൾ തുടങ്ങണം? കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞില്ലേ, ഹിലാലിനെ കണ്ടത് മുതൽ തുടങ്ങണം. പ്രാർത്ഥന നമ്മൾ പറഞ്ഞു. നമ്മുടെ പള്ളി ഭാരവാഹികൾ നമ്മുടെ വീടുകളിലെല്ലാം ആ പ്രാർത്ഥനകൾ കൊണ്ടുവന്ന് തന്നു. അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞതെന്താണ്? ആ പ്രാർത്ഥന മുതൽ തുടങ്ങണം. പിന്നെയോ ഒന്നാമത്തെ ഇബാദത്ത്, ആ ദുആ തുടങ്ങിയാൽ റമളാനിന്റെ നാളെ നോമ്പാണെങ്കിൽ തലേ ദിവസത്തിലുള്ള തറാവീഹ് നമസ്കാരമാണ്. വളരെ പ്രാധാന്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾ റമളാനിന് ആത്മാർത്ഥമായിട്ടൊരുങ്ങിയതാണോ അല്ലയോ എന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ ഒരൊറ്റ മാർഗം പറഞ്ഞു തരാം. നമ്മൾ റമളാനിന്റെ ആദ്യത്തെ തറാവീഹിനും റമളാനിലെ അവസാനത്തെ തറാവീഹിലും പള്ളിയിലുണ്ടായിരുന്നോ എന്ന് പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും നമ്മൾ റമളാനിനെ എങ്ങനെയാണ് സമീപിച്ചത് എന്ന്. റമളാനിന്റെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ തറാവീഹിന് പള്ളിയിലുണ്ടാവുക, നോമ്പിന്റെ തലേ ദിവസം പള്ളിയിലുണ്ടാവുക വിരലിലെണ്ണാവുന്ന ആളുകളാണ്. അതിനർത്ഥം അള്ളാഹുവിന്റെ നന്മക്ക് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ട് റമളാനിലേക്ക് കടക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അത്താഴം കഴിച്ച് നോമ്പ് നോറ്റത് മുതൽ ഇനി എന്തു ചെയ്യണമെന്ന് ആലോചിക്കുന്നവരാണ് നമ്മൾ. അവിടെ നിന്നു മാറണം. ഈ റമളാൻ മുതൽ പ്രാർത്ഥനയോടെ തലേ ദിവസത്തെ തറാവീഹ് മുതൽ നമ്മുടെ ജീവിതം തുടങ്ങണം. അവിടെ
രാവിലെ പിറ്റേ ദിവസം എഴുന്നേറ്റ് ഇസ്ലാമികമായ നീയത്തോടുകൂടി അത്താഴം കഴിച്ചു തുടങ്ങണം. നമ്മൾക്കറിയാം ഹദീസുകൾ, പറഞ്ഞു പോകുകയാണ്. ഒരു കാര്യം അറിയുക, അത്താഴം കഴിക്കുക എന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രം കഴിക്കുന്ന സാധാരണ ഒരു ഫുഡല്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകതയുള്ള ഭക്ഷണമായിട്ട് പറഞ്ഞതാണ് അത്താഴം എന്നുള്ളത്. പ്രവാചകന്റെ വാക്ക് നമ്മൾക്കറിയാം. വിശ്വാസികളെ, ഒരാൾ അത്താഴം കഴിക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാകും. തസഹറു ഫഇന്ന സുഹൂരി ബറക. രാവിലെ നമ്മൾ കഴിക്കുന്ന അത്താഴമില്ലേ, അത്താഴത്തിന് ഭക്ഷണത്തിന്റെ കൂലിയല്ല, പിന്നെയോ റമളാനിൽ പ്രവാചകന്റെ ചര്യ പിൻപറ്റിയതിന്റെ കൂലിയും അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹവും അത്താഴം കഴിക്കുന്നവർക്കുണ്ടാകും. ആ നീയത്തുണ്ടാകണമെന്ന് മാത്രം. സഹോദരങ്ങളെ, ഒരു ഹദീസ് കൂടി പറഞ്ഞാൽ നമ്മൾക്കത് കഴിക്കുമ്പോൾ ആവേശവും ആനന്ദവും ഉണ്ടാകും. അതെന്താണ്? ഇന്നല്ലാഹ വമലായിക യുസല്ലൂന അലൽ മുസഹ്ഹിരീൻ. അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. പറയുന്നത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നീയത്തുണ്ടാകണം എന്നതിനെ കുറിച്ചാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞില്ല, അവിടെ ഒരു പ്രത്യേക സുന്നത്ത് വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതെടുക്കണം, ഈ വർഷം മുതൽ ചെയ്യണം. അതെന്താണ്? പ്രവാചകന്റെ സഹാബാക്കൾ പറഞ്ഞു. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ അത്താഴം കഴിക്കാറുണ്ട്. അത്താഴത്തിന് ശേഷം ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ജമാഅത്തായി സുബഹിക്ക് പള്ളിയിൽ പങ്കെടുക്കാറുണ്ട്. അത് കേട്ടപ്പോൾ ബാക്കിയുള്ളവർ ചോദിച്ചു, അല്ല, പ്രവാചകൻ അത്താഴം കഴിച്ചതിന് ശേഷം സുബഹി ജമാഅത്തിന് വരുന്നതിനിടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടാകും? അതിനാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖദ്റു 50 ഔ 60 ആയ. നബി അത്താഴം കഴിച്ചിട്ട് സുബഹി നിസ്കരിക്കുന്നിടക്ക് ഒരു 50-60 ആയത്തോതാനുള്ള സമയം നബി പ്രത്യേകമായി കണ്ടെത്തുമായിരുന്നു. അത് നമ്മൾക്ക് കിട്ടണം. സഹോദരങ്ങളെ, പ്രായോഗികത പറയാൻ, പുരുഷന്മാരെ, ഉപ്പമാരെ, നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾക്ക് തർത്തീബ് ഉണ്ടാകണം. ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ കഴിച്ച് ഫോണിലോ ഖുർആനിലോ ഹിഫ്ളുള്ളതോ നമ്മൾ 50 ആയത്തെങ്കിലും ഓതാൻ നമ്മുടെ മനസ്സിൽ തീരുമാനമുണ്ടാകണം. സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടത്തെ സാഹചര്യം അനുസരിച്ച് എല്ലാ ദിവസവും അത്താഴം കഴിഞ്ഞ് സുബഹിന്റെ ഇടക്ക് ഖുർആൻ നോക്കി, ഫോണ് നോക്കി ചിലപ്പോൾ 50 ആയത്തോതാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല എല്ലാവർക്കും. പക്ഷെ ആ കൂലി കിട്ടണം. അതിനെന്തു വേണം? ഒന്ന് രണ്ട് കാര്യം പറയാം. ഒന്ന്, നമ്മൾക്ക് ഹിഫ്ളുള്ള ചെറിയ സൂറത്തുകൾ ഒന്നിച്ചോതി 50 ആയത്തുകൾ പൂർത്തിയാക്കിയാൽ മതി. ചെറിയൊരു ഉദാഹരണം പറയാം. സൂറത്തു ആയിലയും സൂറത്തു ഗാശിയയും, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, നമുക്ക് മനപ്പാഠമുള്ളതാണ്. ഹൽ അത്താക ഹദീസുൽ ഗാശിയ മനപ്പാഠമുള്ളതാണ്. ഈ 2 സൂറത്തും പിന്നീട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 നമ്മൾക്കറിയാവുന്ന ഈ 5 സൂറത്തും ഓതിയാൽ 60 ആയത്തിന്റെ മുകളിലായി. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ സുബഹിയുടെ മുമ്പ് വേണമെങ്കിൽ മനസ്സിൽ ഓതാം. നമ്മൾക്ക് ഹിഫ്ളുള്ള ആയത്തുകൾ ഓതാം. എങ്ങനെയാണെങ്കിലും സഹോദരങ്ങളെ, അത്താഴത്തിന്റെ പുണ്യത്തോടൊപ്പം പ്രവാചകൻ പഠിപ്പിച്ച 50-60 ആയത്ത് ഓതാൻ സുബഹിയുടെ മുമ്പ് നമ്മൾ സമയം കണ്ടെത്തണം. ഹിഫ്ളുള്ള ചെറിയ സൂറത്തെങ്കിലും ഓതി ആ പുണ്യം നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയണം. പിന്നീട് സുബഹിക്ക് പള്ളിയിൽ വരലാണ്. ഞാൻ ഈ റമളാനിൽ നമ്മുടെ തീരുമാനമായി എടുക്കേണ്ട ഒരു കാര്യം പറയാൻ, ഉമ്മമാരും ബാപ്പമാരും യുവാക്കളും കുട്ടികളടക്കം, സഹോദരങ്ങളെ, നമ്മൾക്ക് റമളാൻ കിട്ടണമെങ്കിൽ പൂർണ്ണമായും അവസാനം വരെ നമ്മൾക്കത് ആസ്വദിച്ച് പൂർണ്ണ പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കണം. എന്താ അറിയോ? അള്ളാഹ്ക്ക് ഏറ്റവും ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ടത് എന്താണ്? ഈ ഭൂമിയിൽ ഷോപ്പിംഗ് മാൾ ഉണ്ട്, ഈ ഭൂമിയിൽ വലിയ വലിയ സ്റ്റേഡിയം ഉണ്ട്, ഈ ഭൂമിയിൽ ബുർജ് ഖലീഫയെ പോലെ കെട്ടിടമുണ്ട്, ഈ ഭൂമിയിൽ ഈഫൽ ടവർ പോലെയുള്ള വലിയ ഗോപുരങ്ങളുണ്ട്. പക്ഷെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? അള്ളാഹുവിന്റെ വീടാണ്, ബൈത്തുള്ളയാണ്, അള്ളാന്റെ പള്ളിയാണ്. ആ പള്ളിയിൽ എന്റെ സാന്നിധ്യം റമളാനിൽ കൂടുതലുണ്ടാകും എന്ന് ഞാൻ തീരുമാനിച്ചു പ്രവർത്തിച്ചാൽ പടച്ചോൻ കൂടെ ഉണ്ടാവും. ഞാൻ ബോധ്യത്തിലാ പറയുന്നത്. അങ്ങാടിയിൽ തുണിമടക്കുത്തിയിട്ട് കൂൾബാറിലും പുറത്തും ഗ്രൗണ്ടുകളിലും ക്ലബിന്റെ പുറത്തും ഇരിക്കുന്ന ആ സമയം മതി പള്ളിയിൽ വന്ന് നല്ല നീയത്തിൽ പടച്ചോനോട് പ്രാർത്ഥിക്കുന്നിടയിൽ ഉറങ്ങിപ്പോയാൽ വരെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടും.
പക്ഷെ തീരുമാനിക്കണം, ജമാഅത്ത് പള്ളിയിലാണ്, ഖുതുബ പള്ളിയിലാണ്, സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കാറുള്ളത് വീട്ടിലും പള്ളിയിലുമായിട്ടാണ്, ക്ലാസുകൾ നടക്കുന്നത് ഒന്ന് പള്ളിയിലാണ്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താറുള്ളത് പള്ളിയിലാണ്. സഹോദരങ്ങളെ, പള്ളിയുമായി ഈ റമദാനിൽ ഹൃദയബന്ധം ബാപ്പാക്കുണ്ടാകണം, ഉമ്മാക്കുണ്ടാകണം, മരുമക്കൾക്കുണ്ടാകണം, പേരക്കുട്ടിയാക്കുണ്ടാകണം. എങ്കിലേ റമദാൻ കിട്ടുള്ളൂ. അവിടെ അല്ലാഹു അർശിന്റെ തണൽ 7 വിഭാഗം ആളുകൾക്ക് പറഞ്ഞെടുത്ത് ഒന്ന് പറഞ്ഞത് എന്താണ്? സഹോദരങ്ങളെ, നമുക്ക് വേണ്ടിയിട്ടല്ലേ ഹദീസ്, നമുക്ക് വേണ്ടിയിട്ടല്ല നബി പറഞ്ഞത്. അർശിന്റെ തണൽ കിട്ടുന്ന ആളുകളിൽ ഒന്ന് പ്രവാചകൻ പറഞ്ഞത് റജുലൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസ്ജിദ്, ഹൃദയം പള്ളിയുമായി വിളക്കിച്ചേർത്തവൻ, അവൻ അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്നാണ്. 7 ആളുകൾ. ഞാൻ എന്റെ സഹോദരിമാരോട് പറയണം, സഹോദരിമാരെ, നിങ്ങൾ എവിടെയെങ്കിലും മദ്രസയിൽ അർശിന്റെ തണൽ കിട്ടുന്ന 7 ആൾക്കാരിൽ 6 എങ്ങക്കുള്ളൂ. ഒന്ന് പുരുഷന്മാർക്ക് എക്സ്ട്രാ ഉള്ളതാണ്, പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെയോ അതിൽ ഈ ഹദീസിൽ നിങ്ങളും പെടും. നിങ്ങളുടെ ഹൃദയം പള്ളിയുമായി ബന്ധമുണ്ടെങ്കിൽ ഇക്കാക്കാന്റെ കൂടെ ജമാഅത്തിന് വരാൻ പറ്റുമെങ്കിൽ 5 വക്ത്, 4 വക്ത്, 3 വക്ത്, 2 വക്ത്, 1 വക്തിനെങ്കിലും വരാൻ, നടന്നിട്ടാകാം, വാഹനത്തിലാകാം, കാക്കാന്റെ ബേക്കിലാകാം, സഹോദരങ്ങളെ കുടുംബസമേതമാകാം, പള്ളിയുമായി വന്നോളൂ. ഇനി എവിടുക്കാണ് നമുക്ക് അസുഖം വരാൻ തുടങ്ങി, നമുക്ക് വേദന വരാൻ തുടങ്ങി, നമ്മുടെ മുട്ടുംകാലിന് തേയ്മാനം വരാൻ തുടങ്ങി, കസേരയിൽ ഇരിക്കാൻ തുടങ്ങി, കണ്ണിന് തിമിരത്തിന്റെ ശസ്ത്രക്രിയ തുടങ്ങി, നരക്കാൻ തുടങ്ങി, കിതപ്പ് തുടങ്ങി. ഇനി എവിടുക്കാ കൂട്ടരെ നമ്മൾ ജീവിക്കുന്നത്? ഇനി എവിടുക്കാൻ? നടക്കുമ്പോത്തിന് കിതക്കൊള്ളു മൂലവി. ഓ സഹോദരങ്ങളെ, വണ്ടി ഏർപ്പെടുത്തിൻ വരിൻ. കഴിഞ്ഞ ഖുതുബി നമ്മൾ പറഞ്ഞില്ലേ, നമ്മക്കെന്തിനാ പൈസ? നമ്മൾ ഈ ദുനിയാവുന്ന് പോകുമ്പോൾ പടച്ചോണ്ട് പറയേണ്ട, അല്ലാഹുവേ, എനിക്കുണ്ടായ വരുമാനത്തിൽ ഞാൻ കിതക്കുമ്പോഴും വണ്ടി ഉപയോഗിച്ച് പള്ളിക്കൊക്കെ വന്നിക്കണ്. ഞാൻ എന്റെ ജീവിതത്തിൽ വണ്ടി ഉപയോഗിച്ച് കല്യാണത്തിന് പോണില്ലേ, വണ്ടി ഉപയോഗിച്ച് ഞാൻ എന്റെ കുട്ടിന്റെ വാർഷികത്തിന് പോണില്ലേ, എന്റെ പാട്ടിന്റെ പരിപാടിക്ക് പോണില്ലേ. പള്ളിക്കൊക്കെ വരുമ്പം കിതപ്പ്, പള്ളിക്കൊക്കെ വരുമ്പം കണ്ണിക്കൂടി ഇരുട്ടേറ, പള്ളിക്കൊക്കെ വരുമ്പം ആരുമില്ല, പള്ളിക്കൊക്കെ വരുമ്പോ ഓട്ടോറിക്ഷ ഏൽപ്പിക്കാൻ പറ്റൂല, പള്ളിക്കൊക്കെ വരുമ്പം വേറൊരാളും കൊണ്ടുവരാൻ വന്നിട്ടില്ലെങ്കിൽ വരൂല. അവിടുന്ന് പോകണം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, റമദാനിൽ പള്ളിയായിട്ട് ബന്ധമുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരൊറ്റ കാര്യം വരാൻ, നമ്മുടെ പരിസരത്താണ് ഭൂരിപക്ഷ ആൾക്കാരും. അള്ളാന്റെ വലിയ അനുഗ്രഹമാണത്. നമ്മുടെ പള്ളിന്റെ ചുറ്റുഭാഗത്താണ്. നമ്മളെ വീട്ടിൽ നിന്ന് പള്ളിക്ക് നമ്മൾ നടന്നു വരികയാണ്, പള്ളിക്കൊക്കെ നടന്നു വരികയാണ്. പള്ളിയിലേക്ക് നമ്മളെത്താൻ 100 അടി വെച്ചു, 100 അടി വെച്ചു. പള്ളിക്ക് എത്തുമ്പോഴേക്കും ഒന്നു തുടങ്ങിയിട്ടില്ല. 100 അടി വെച്ചൊക്കെയാണെങ്കിൽ 50 പാപങ്ങൾ അള്ള പൊറുക്കും. 100 എണ്ണാണ് വെച്ചതെങ്കിൽ 50 നന്മകൾ സ്വർഗത്തിന് വേണ്ടി അള്ള എഴുതി വെച്ചിട്ടുണ്ടാവും. സാധാരണ ദിവസത്തെ പുണ്യാട്ടോ, റമദാനത്തല്ല. എന്നിട്ട് പള്ളിക്ക് അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക്കാർ കയറി, ആണും പെണ്ണും. പള്ളിക്ക് എത്തുമ്പോഴേക്കും 50 പാപങ്ങൾ പുറത്തു, 50 നന്മകൾ എഴുതി വെച്ചു. വുളുണ്ടാക്കി, മുൻകൈകൾ കഴുകി. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക്? മുൻകൈകൾ കൊണ്ട് ചെയ്തിട്ടുള്ള പോരായ്മകളും അബദ്ധങ്ങളും വുളുവോടുകൂടി അള്ളാഹു കഴുകിക്കളയും. പുൽക്കൊഴിഞ്ഞു സംസാരത്തിൽ വന്ന അബദ്ധങ്ങൾ, മുഖം കഴുകി കണ്ണുകൾ കൊണ്ട് കണ്ട അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു കളയും. അങ്ങനെ വമൻ അഹ്സനൽ വുളു, ഒരാൾ നന്നായി വുളു ചെയ്താൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവന്റെ, അവളുടെ, അയാളുടെ മുന്നിൽ അള്ള തുറന്നു വെച്ചു കൊടുക്കും. നിസ്കാരത്തിക്ക് എത്തിയിട്ടില്ലമ്മാരെ, നിസ്കാരത്തിക്ക് എത്തിയിട്ടില്ല. പള്ളിയിലേക്ക് നടന്നു വന്ന് പള്ളിയിൽ നിന്ന് വധുവുണ്ടാക്കി അതിനുശേഷം പ്രാർത്ഥിക്കുന്നവന് 8 കവാടങ്ങൾ അള്ള മലർന്നു തുറന്നു വെച്ചു കൊടുക്കും. പിന്നെയോ, പിന്നീട് ജമാഅത്താണ്. എന്താണ് ഇതിന്റെയൊക്കെ കൂലിസവങ്ങള്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവന്റെ വീട്ടിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും നടത്തുന്ന സുജൂദിൽ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആരാധനയായി നമസ്കാരത്തിൽ നമ്മൾ പങ്കാളിയായി ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. ജമാഅത്ത് നിസ്കാരത്തിന് ശേഷമുള്ള ദുആനെ പറ്റി പ്രവാചകന്റെ വാക്കെന്താ? ജമാഅത്ത് നിസ്കാരത്തിന് ശേഷമുള്ള ദുആനെ പറ്റിയിട്ട്, ആകാശം മുട്ടെ പാപമാണെങ്കിലും കടലിലെ തിരയോളം പാപമാണെങ്കിലും, അതിന്റെ അർത്ഥം എന്താ അറിയോ? എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത പാപാണെങ്കിലും ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് പുറത്തു വരും. അതിന് നമ്മൾ എവിടെ വേണം? ഞാൻ എവിടെ വേണം? ഞാൻ പള്ളിക്ക് വേണം.
നമ്മളെ കുട്ടികളെ ഇവിടെ വേണം, പള്ളിക്ക് വേണം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ റമദാന് കൊണ്ടുണ്ടാകേണ്ട മാറ്റം യുവാക്കളെ, നമ്മൾ എത്രങ്ങാനും ഗ്രൗണ്ടിലിരുന്നു, നമ്മൾ എത്രങ്ങാനും ക്ലബിലിരുന്നു, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് തരുന്ന ഒരു 30 ദിവസത്തിൽ ഒന്ന് അങ്ങാടിന്ന് വന്ന് പള്ളിക്കൊരു 3 മണിക്കൂർ ഇരിക്കാൻ, 2 മണിക്കൂർ ഇരിക്കാൻ, ഒരു 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തില്ല. പിന്നെ ആരെ പറ്റിയ നബി റഹിമ അൻഫു, റമദാൻ കിട്ടിയിട്ടും നശിച്ചു പോയവൻ എന്ന് ആരെ പറ്റിയിട്ടാ പറയുന്നത്? നമ്മളും നമ്മളെ കുടുംബം മാറുന്ന സമയങ്ങളെ പള്ളിയായിട്ട് ബന്ധമുണ്ടാകണം. തറാവീഹിനും സുബഹിക്കൊക്കെ നടന്നു വരുന്ന ആളെ പറ്റി പ്രവാചകന്റെ വാക്കെന്തറിയോ? മൻ മശാ ഫീ ദുലുമത്തിൽ ലൈലി ഇലൽ മസ്ജിദ്, രാത്രി ലൈറ്റ് അടിച്ചാണ്ടും വണ്ടിയിൽ ഹെഡ്ലൈറ്റ് ഇട്ടാണ്ടും പള്ളിക്കൊക്കെ വരുന്ന കുറെ മനുഷ്യന്മാരുണ്ട്, സ്ത്രീകളും പുരുഷന്മാരുണ്ട്. ലഖിയല്ലാഹു അസ്സ വജല്ല ബിനൂരിൻ യൗമൽ ഖിയാമ, അവരല്ലാഹ് ഇങ്ങനെ പരലോകത്ത് നിർത്തുമ്പോഴേ അവരെ ഭാഗത്ത് മാത്രം അല്ലാഹു ലൈറ്റ് ഇടും. ആൾക്കാരിങ്ങനെ നോക്കും, എല്ലാവരും നിൽക്കുമ്പോ പ്രകാശത്തിൽ ഒരു ടീമിനെ മാത്രം നിർത്തും. ആളുകൾ അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഉണ്ടാവും, ഇവർക്ക് മാത്രം ഞാൻ പ്രകാശം കൊടുക്കാൻ. കാരണം എന്താ അറിയോ? ഇരുട്ടത്ത് ടോർച്ചടിച്ച് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇട്ട് അവർ പള്ളിയിലേക്ക് നടന്നു വന്നവരാണ്. അതിലുമ്മാരെ നിങ്ങളുണ്ടാകണം, ഭാര്യമാരെ നിങ്ങളുണ്ടാകണം, പെൺകുട്ടികളെ, ആൺകുട്ടികളെ, യുവാക്കളെ, നമ്മൾ നമ്മുടെ മഹലിൽ ആളുകൾ ഉണ്ടാകണം. അതാണ് അഭിമാനം. ഞങ്ങൾ ഈ നാട്ടിലത്തെ ഭൂരിപക്ഷ ആൾക്കാരും ഇരുട്ടത്ത് പള്ളിയിലേക്ക് നടന്നു വന്നവരും വാഹനത്തിൽ വന്നവരുമാണ് എന്ന് പറയുന്നവർ പരലോകത്ത് സ്വർഗം കിട്ടുന്നിടത്ത് നമ്മുടെ മഹലുണ്ടാകണം. അത് നമ്മുടെ തീരുമാനമാണ്. യുവാക്കളോടും മക്കളോടും പറയണം, വാപ്പാരിമാരും കൊണ്ടുവരണം. നമ്മളെ വാപ്പാർക്കുമാർക്കും വയസ്സായിട്ടുണ്ടാവും, ഓരോ നല്ല പങ്കാളത്തെ നമ്മൾ നല്ലപോലെ നോക്കിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ കയ്യിലായിരിക്കും ചിലപ്പോ സമ്പത്ത്, ഓക്കെ നമ്മളോട് ചോദിക്കാൻ മടിയായിരിക്കും. നമ്മളുടെ ഇഷ്ടം കൊണ്ടാണ്, മോനെ എടാ ഞങ്ങളൊന്ന് കൊണ്ടുപോകും. വാപ്പാനും ഉമ്മാനും അവർക്ക് റമദാനിൽ കൊടുക്കാൻ, സ്വതക്കൊടുക്കാൻ കുറച്ച് പൈസ അയച്ചൊടുക്കുക, കയ്യിൽ കൊടുക്കുക. ബാപ്പാനും ഇമ്മാനും പള്ളിക്കൊക്കെ കൊണ്ടുവരാൻ വാഹനം ഏർപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ സ്വന്തം കൊണ്ടുവരിക. അങ്ങനെ ഏതെങ്കിലും മക്കൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ. നമ്മുടെ തീരുമാനത്തിൽ ഇതുണ്ടാണ്. അത് ഓരോന്ന് എണ്ണി എണ്ണി പറയണം. എന്താ അറിയോ? ചെയ്യാൻ പറ്റുന്ന എല്ലാ പുണ്യത്തിലും നമ്മൾ ഉണ്ടാകുക, പള്ളിയായിട്ട് ബന്ധമുണ്ടാകുക, ഖുർആൻ ഓതുക. ഖത്തം തീർക്കുക മാത്രമല്ല, ഖുർആൻ ഓതുക. പ്രവാചകന്റെ വാക്ക് മനസ്സിലേക്ക് ഓടി വരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് എന്താ അറിയോ? അല്ലാഹു നാളെ പരലോകത്ത് നമ്മൾ നിർത്തും, എന്നിട്ട് പറയും വഖ്റ വർത്തഖി. പരലോകത്ത് നമ്മൾ ഓതാൻ വേണ്ടി പറയും, പരലോകത്ത് നമ്മൾ ഓതാൻ വേണ്ടി പറയും. സഹാബാക്കൾ ചോദിച്ചു, നബിയെ പരലോകത്ത് ഓതാൻ കിട്ടുമോ? പ്രവാചകന്റെ വാക്ക് ഫഇന്ന മൻസിലതുക അൻ ഇൻദ ആഖിരി ആയത്തിൻ തഖറഉ ബിഹാ. നീ ദുനിയാവിൽ നിന്ന് എത്ര ആയത്താണ് ഓതിയത്, ആ ആയത്തിന്റെ എണ്ണമനുസരിച്ചാണ് നിന്റെ സ്വർഗത്തിലേക്കുള്ള ദറജ. ഖത്തം തീർക്കണം, ഇൻഷാ അല്ലാഹ് പ്ലാൻ ചെയ്യണം. 2, നമ്മൾക്ക് സൂറത്ത് നബ ജുസ് 1, സൂറത്ത് മുൽക്ക് ജുസ് 2, ഇതിന്റെ 2 എണ്ണത്തിന്റെങ്കിലും മലയാള ആശയം തഫ്സീറൊക്കെ വായിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്താൽ നടക്കും. നബിമാരും സഹാബാക്കളും ഖുർആൻ ഓതുമ്പോ, സൂറത്ത് വാഖിഅ ഓതുമ്പോ കണ്ണിന്ന് കണ്ണുനീർ വരും. ഫാത്തിഹ ഓതിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഓതിയിട്ട് വിറച്ചു നിന്നു. പടച്ചോണ്ട് പറഞ്ഞ കരാറാണല്ലോ, പടച്ചോനെ തെറ്റിക്കണോ എന്നുള്ളത്. സഹോദരങ്ങളെ, മനസ്സിലേക്ക് ഖുർആനിന്റെ ആശയം വരുമ്പോ നമ്മുടെ പാരായണത്തിനും ജീവിതത്തിനും മാറ്റം ഉണ്ടാകും. അതിന് ഖുർആനിന്റെ ആശയം കൂടി പഠിക്കാൻ ശ്രമിക്കണം. ഓത്തേതാളും നടക്കണം, ആശയം പഠിക്കാൻ. അദ്കാറുകൾ മറക്കരുത്, പഠിച്ചതാണ്. ബാങ്ക് കേൾക്കുമ്പോൾ ദുആ ഇപ്പൊ നമ്മൾ ചെല്ലാൻ മറക്കാണ്, ഓർത്തു ചെല്ലണം. സഹോദരങ്ങളെ, പള്ളി കയറുമ്പോൾ ദുആ ഓർത്തു ചെല്ലണം. നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങാൻ പോകുമ്പോൾ ദുആ ഓർത്തു ചെല്ലണം. നമ്മുടെ ജീവിതത്തിൽ വുദൂവിന് ശേഷമുള്ള ദുആ ഓർത്തു ചെല്ലണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദുആ ഓർത്തു ചെല്ലണം. അങ്ങനെ പള്ളിയുമായി, ജമാഅത്തുമായി, തറാവീഹുമായി, ഖുർആനുമായി, അദ്കാറുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഈ റമദാൻ നമ്മൾക്ക് അനുകൂലമായി ശുപാർശ പറയും. ഒരു കാര്യം കൂടി പറയാൻ, റമദാൻ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും പകൽ സമയത്തോ ജീവിതത്തിലോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പറയുന്നത് വളരെ പ്രാധാന്യത്തിലാണ്. പ്രവാചകന്റെ വാക്ക്, വിശ്വാസികളായ നമ്മളോട് പ്രവാചകന്റെ വാക്ക്. എത്രയോ മനുഷ്യരുണ്ട്, വകം മിൻ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. കുറെ മനുഷ്യന്മാരുണ്ട്, നമ്മളെ പറ്റി പറയാൻ. ഒരു നോമ്പോൽക്കും, പക്ഷെ പടച്ചോനോല ആവശ്യമില്ല, പട്ടിണി കിടക്കാൻ, രാത്രിസ്കരിക്കും, അവർക്ക് ക്ഷീണല്ലാതെ വേറൊന്നുമില്ല. എന്തേ കാരണം? ഒറ്റ വാക്കിൽ പറഞ്ഞു, അറിയുന്ന കാര്യം അതുകൊണ്ട് പറയാൻ. അവർ ഫോണ്, സംസാരം, ഇടപാട്, ചുറ്റുപാട്, ബാക്കിയുള്ള കാര്യത്തിൽ നോമ്പില്ല, വെറും പട്ടിണി മാത്രം.
അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാമിലില്ല. അങ്ങനെ നോമ്പ് ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ വെള്ളം അറിയാതെ കുടിച്ചാലും നോമ്പ് മുറിയുമായിരുന്നു. വെള്ളം അറിയാതെ കുടിച്ചാലും നോമ്പ് മുറിയുമായിരുന്നു. അള്ള പറഞ്ഞു വെള്ളം അറിയാതെ കുടിച്ചാൽ നോമ്പ് മുറിയില്ല. കാരണം വയറിന് മാത്രമുള്ളതല്ല നോമ്പ്. സോളെ സംസാരം ശ്രദ്ധിക്കുക. എന്താ സംഭവിക്കാറിയോ? ആദ്യത്തെ ഒരു 5-6 ദിവസം നമ്മൾ ഈ ഫോണൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കൂട്ടോ. പിന്നെ ഒരു 6-7 ദിവസം കഴിയുമ്പോൾ പഴയ സ്വഭാവം ഇങ്ങനെ കയറി വരും. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ കോമഡി കാണാൻ തുടങ്ങും. കോമഡി സിനിമയല്ലല്ലോ നമ്മളെ മനസ്സിൽ ചെയ്താണ്ടാകും. കോമഡി സിനിമയല്ലല്ലോ. ആദ്യത്തെ ഒരു 7 ദിവസം പിടിച്ചേക്കും. പിന്നെ കോമഡി കുഴപ്പമില്ല. പിന്നെ അടുത്ത കഴിഞ്ഞിട്ട് പിന്നെ മാപ്പിളപ്പാട്ട് കുഴപ്പമില്ല. സിനിമാഗാനല്ലല്ലോ. അവസാനത്തെ 10 എത്തുമ്പോഴേക്കും കോമഡി കഴിഞ്ഞ്, വിറ്റ് കഴിഞ്ഞ്, പാട്ട് കഴിഞ്ഞ് മാപ്പിളപ്പാട്ടിക്ക് എത്തണ ഒരാള് അവനാന്റെ പെരുന്നാളിന്റെ അന്ന് സിനിമാ തിയേറ്റർക്ക് പോകും. നമ്മൾ ആലോചിക്കല്ലേ 30 ദിവസം നോമ്പ് വെച്ച ഒരാളെങ്ങനെയാണ് പെരുന്നാൾ ഈദ് കഴിഞ്ഞിട്ട് സിനിമാ തിയേറ്റർക്ക് പോണത്? അത് ഇതുകൊണ്ടാ കൂട്ടരെ. നമുക്ക് ജീവിതത്തിൽ ആലോചിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് ജീവിതത്തിൽ പെരുന്നാളിന്റെ അന്ന് സിനിമാ ടിക്കറ്റ് എടുത്ത് പോകുക എന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയോ? ബാക്കി അവിടെ നിൽക്കട്ടെ, അതിന്റെ ഖൈറു ശർറല്ല പറഞ്ഞ അന്നേതാനും കഴിയല്ലോ. എന്തുകൊണ്ടാ കഴിയുന്നറിയോ? റമദാൻ മൊത്തം റീൽസ് കണ്ടും ബാക്കി കണ്ടും ഇബാദത്തില്ല, ഖുർആനോത്തില്ല, ദിക്റില്ല, ഖത്തം തീർക്കല്ല, പള്ളിയായിട്ട് ബന്ധല്ല. രാവിലെ നീക്ക, അത്താഴം കഴിക്ക, കടക്ക, അമ്മ വിളിക്കണം എന്നറിയാം, അമ്മ വിളിക്ക, അവിടെ എഴുന്നേറ്റാണ്ട് 2 റക്അത്ത് സുബഹി നിസ്കരിക്കുക, പോകുക, എപ്പോഴെങ്കിലും അസറിന് മുന്നേ ദുഹർ നിസ്കരിക്കുക, റമദാനല്ലേ നിസ്കരിച്ച് പോണ്ടേ, ഇങ്ങനെ ജീവിക്ക, എല്ലാ നോമ്പറക്കൂടിയും പോകുക, ഇങ്ങോട്ട് കഴിയുക, തറാവിസ്കാരത്തിന് ആദ്യത്തെ 4 ദിവസം വരിക, പിന്നെ 2-3 ദിവസം കഴിയുമ്പോഴേക്കും 5 റക്അത്തായി, പിന്നെ 3 ആയി, അവസാനത്തെ 10ആകുമ്പോഴേക്കില്ല. ഇങ്ങനെ ഒരു റമദാൻ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിന് തീരുമാനമുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പ്രഭാത ഭക്ഷണം, ഖുർആനോത്ത്, സുബഹി ജമാഅത്ത്, അദ്കാറുകൾ, വൃത്തികേടിൽ നിന്നുള്ള മോചനം, നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കുമ്പം നമുക്കറിയുന്ന കാര്യം പെട്ടെന്ന് പറയണം. നോമ്പ് തുറക്കുക, നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രശ്നമില്ലെങ്കിലും മനസ്സിലാക്കുക. സമയമായാൽ നോമ്പ് തുറക്കുക എന്ന് പഠിച്ചേക്കുക. ഞാൻ യുവാക്കളോടും മക്കളോടും കൂടി പറയട്ടോ, എപ്പോഴാണ് നോമ്പ് തുറക്കേണ്ടത്? ബാങ്ക് കൊടുക്കുമ്പോൾ എന്നുള്ളതല്ല പഠിക്കേണ്ടത്. അതിന്റെ അടയാളാണ്, ബാങ്കിന്റെ അടയാളാണ്. സമയമായാൽ നോമ്പ് തുറക്കുക. അങ്ങനെ മനസ്സിൽ എഴുതി വെക്കണം, പഠിക്കണം. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഊട്ടിക്ക് പോവുകയാണ്, പോണ വഴിക്ക് ബാങ്കൊന്നും കേൾക്കുന്നില്ല. അപ്പൊ എപ്പോഴാ നോമ്പ് തുറക്കേണ്ടി? ബാങ്ക് എവിടുന്നെങ്കിലും കേൾക്കുമ്പോഴല്ല. നമ്മളിവിടുന്ന് പോകുമ്പോൾ ഏകദേശം നമ്മളെ കലണ്ടർ നോക്കുക. അപ്പൊ ഉദാഹരണം 6:42, 6:38 ആണെങ്കിൽ 6:38 ആയാൽ നോമ്പ് തുറക്കുക. അതിന്റെ അടയാളാണ് ബാങ്ക്. അപ്പൊ നമ്മുടെ നാടുകളിൽ ഇനി സംഭവിക്കാൻ പോണത്, ഇതുവരെയുള്ള ബാങ്കിന് ചേഞ്ച് വരും. അപ്പം പരിസരത്തുള്ള വ്യത്യസ്തങ്ങളായ പള്ളികൾ 2-3 മിനിറ്റൊക്കെ വൈകിട്ട് എന്ത് ചെയ്യും? നോമ്പ് തുറക്കണ നേരത്ത് ബാങ്ക് കൊടുക്കും. പെലച്ചക്ക് 2-3 മിനിറ്റ് മുമ്പും കൊടുക്കും. അപ്പൊ ഞാൻ സത്യത്തിൽ അവരോട് നേരിട്ടൊന്ന് നമുക്ക് അറിയുന്ന സഹോദരങ്ങളോട്, എന്ത് ഞങ്ങൾ ഈ സമയത്ത് മാറ്റണം? അവർ പറഞ്ഞ മൗലവി ഒരു ഖുശൂഅനാണ്, ഒരു ഭക്തിക്കാണ്. അപ്പൊ സഹോദരങ്ങളെ, അത് നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അള്ളയും റസൂലും കറക്റ്റിന് തുറക്കണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തുറക്കണതാണ്. 6:38 ആണെങ്കിൽ 6:41 ആണെങ്കിൽ 6:41 തുറക്കലാണ് ഭക്തി. 43ക്ക് നീട്ടൽ ഭക്തിയല്ല. അത് പ്രവാചക വചനത്തിനെതിരാ. പ്രവാചകന്റെ വാക്ക് എന്താ അറിയോ? ലാ യസാലുന്നാസു ബിഖൈരിൻ, മനുഷ്യന്മാരൊരിക്കലും നന്മയിലാകൂല മഅജ്ജലു അൽ ഫിത്ര, അല്ല പറഞ്ഞ കറക്റ്റ് സമയത്ത് നോമ്പ് തുറക്കാത്തിടത്തോളം കാലം. അതുകൊണ്ട് നോമ്പ് കറക്റ്റ് സമയത്ത് തുറക്കുക, അത്താഴം കഴിക്കുക, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്ന് ഒരു 23, 24, ഒരു 27 മിനിറ്റോളം ഉണ്ട്. ഇന്ന് കണ്ടാൽ ഇൻഷാ അല്ലാഹ് ഔദ്യോഗികമായി നമ്മുടെ ഹിലാൽ കമ്മിറ്റി പ്രഖ്യാപനം നടത്തും. നാളെ ചിലപ്പോൾ നോമ്പായി മാറും. ഇന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് മറ്റന്നാളായിരിക്കും. നഗ്നനേത്രം ഉപയോഗിച്ച് കണ്ടാൽ മിക്കവാറും കാണാനുള്ള സാധ്യത വളരെ കുറവാണ് ഇന്ന്. എന്നാൽ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ കാണാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആളുകൾ, അതിനു വേണ്ടി ക്രമീകരിച്ച ആളുകളെല്ലാം ഇൻഷാ അല്ലാഹ് ഇന്ന് മാസപ്പിറവി കാണാൻ വേണ്ടി അവിടെ എത്തുന്നതാണ്, പരിശോധിക്കുന്നതാണ്. കണ്ടാൽ ഇൻഷാ അല്ലാഹ് നാളെയായിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും. സഹോദരങ്ങളെ, നമുക്കറിയുന്നൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഞാൻ യുവാക്കളും ഇനി അടുത്തൊരു വെള്ളിയാഴ്ച റമദാൻ 4-5 ആവുമ്പോഴാണ് എന്നുള്ളത് കൊണ്ടാണ് അറിയുന്ന കാര്യം പെട്ടെന്ന് പറയുന്നു. പല്ല് തേക്കണം,
കുളിക്കണം, വൃത്തിയാകണം, സുഗന്ധം പൂശണം. ഇതൊന്നും നോമ്പോയിട്ട് യാതൊരു ബന്ധമല്ല. ഒരാൾ മുങ്ങിക്കുളിക്കുന്നു, പ്രശ്നമല്ല. വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണം അകത്ത് കയറാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇൻസുലിൻ ഒരാൾക്ക് ഉപയോഗിക്കാം, രക്തം ഒരാൾക്ക് വേണമെങ്കിൽ അടിയന്തര സമയമാണെങ്കിൽ കൊടുക്കാം. ഒരാളെ പല്ലിളകിക്കണം, ഡോക്ടർ പറഞ്ഞു പല്ല് പറിക്കണം, രക്തം പുറത്തു പോകും. അതൊന്നും നോമ്പിനെ ബാധിക്കണ വിഷയമല്ല. ആരോഗ്യപരമായി ശ്രദ്ധിക്കണം എന്നുള്ളൂ, നോമ്പിനെ ബാധിക്കണ വിഷയമല്ല. എന്നാൽ ഭക്ഷണ സാധനം, ഇപ്പൊ ഗ്ലൂക്കോസ് അങ്ങനത്തെ സംഗതി നോമ്പിനെ ബാധിക്കും. അത് അത്തരം കാര്യങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ ശരീരത്തിലേക്ക് കയറുന്നതാണ് ബാധിക്കുന്നത്. അറിയാതെ ഒരാളുടെ ശരീരത്തിലേക്ക് അങ്ങനെ വരികയോ പ്രവേശിക്കുകയോ അതൊന്നും നോമ്പിനെ ബാധിക്കുന്നതല്ല. ഒരാൾ അറിയാതെ ഛർദ്ദിച്ചു, നോമ്പ് മുറിയില്ല. എന്നാൽ ഒരാൾ ബോധപൂർവ്വം ഛർദ്ദിച്ചു, അയാളുടെ നോമ്പ് മുറിയും. റമദാനിന്റെ പകൽ സമയത്താണ് ഇസ്ലാമികമായി കുടുംബ ബന്ധം പുലർത്തുന്ന ആളുകൾ ശാരീരിക ബന്ധം ഇസ്ലാം നിരോധിച്ചിട്ടുള്ളത്. രാത്രി സമയങ്ങളിൽ കുടുംബ ബന്ധമാകാം. ഞാനത് ബോധപൂർവം പറയാൻ, ഭക്തിയോടുകൂടി കേൾക്കണം. ചില സഹോദരിമാരുടെയൊക്കെ മനസ്സിൽ അവരുടെ ഭക്തി കൊണ്ടാകാം റമദാൻ മാസം പൂർണ്ണമായും ഇസ്ലാമികമായി കുടുംബജീവിതത്തിൽ ശാരീരികമായി ബന്ധം പുലർത്തുന്ന എന്തോ ഒരു മോശത്തരമായ ഒരു കാര്യം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ആയത്തെ ഹുന്ന ലിബാസുല്ലക്കും അൻതുൽ ലിബാസുല്ലഹുന്ന എന്നുള്ള ആയത്തിറങ്ങിയതപ്പോൾ അറിയും. ഇതേപോലെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ചില ആൾക്കാർ പറഞ്ഞു, നമ്മൾ റമദാൻ നോമ്പ് വെക്കല്ലേ, രാത്രി ശാരീരിക ബന്ധം കുടുംബ ബന്ധം ചേർക്കാന്ന് പറഞ്ഞ് അതൊരു ഭക്തിക്കുറവ് പോലെയല്ലേ. അപ്പൊ അള്ളാഹ് ആയത്തിറക്കിയതാണ്. നിങ്ങൾ എങ്ങനെയാണ് രാത്രി അങ്ങനെയൊക്കെ പറയാ? കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? നിങ്ങൾ പരസ്പരം വസ്ത്രമല്ലേ സാന്ദർഭികമായിട്ട് പറയാൻ, മനസ്സിലാക്കാൻ. ഒരിക്കൽ പോലും നോമ്പ് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വെള്ളം കുടിക്കുക മാത്രമല്ല, തോന്നിയാസങ്ങളും വൃത്തികേടുകളും ഹറാമുകളായ സംഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരിക. യുവാക്കളെ, നമ്മൾ ഇന്ന് തന്നെ ഫോൺ കൊണ്ടുപോവുക, ലാപ്പ് കൊണ്ടുപോവുക, റൂമിലൊക്കെ. ഞാൻ ഈ പ്രായോഗികത പറയണം എന്താ അറിയോ? മോൾ കൂടെ പറഞ്ഞ് പോയിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് പോവുക. എന്നിട്ട് അള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ സാക്ഷി നിർത്തിയിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുക, ഈ ഫോണും വെച്ച് ഞാൻ പള്ളിക്കൊക്കെ പോയിട്ട് ഒതുണ്ടാക്കി കയറി നോമ്പ് ഒറ്റ പടച്ചോൻ സ്വീകരിക്കോ? അപ്പൊ ഡിലീറ്റ് ആക്കാൻ കുറെ ഉണ്ടാവും. സാധനം മുഴുവൻ ഡിലീറ്റ് ആക്കുക, ലാപ്ടോപ്പ് ഡിലീറ്റ് ആക്കുക. പൂർണ്ണ വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുമ്പം അള്ളാഹു നമ്മളെ പൂർണ്ണ വിശുദ്ധിയോടുകൂടി ഉൾക്കൊള്ളും. അങ്ങനെ കംപ്ലീറ്റ് ഈ റമദാന് കൊണ്ട് 2026 ഇടക്ക് ഒരു കൊല്ലണ്ട് മരിക്കാൻ. ഒരു കൊല്ലണ്ട്. പെരുന്നാക്കൊന്നും മരിക്കണ്ട നമുക്ക് ജീവിതത്തിൽ അവസാനത്തെ റമദാൻ ഇതാകാൻ. ഒരു കൊല്ലം അപ്പുറത്തേക്കുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു അറ്റാക്ക് വന്നാൽ മതി, വേദന വന്നാൽ മതി, തട്ടിത്തറഞ്ഞ് വീണാൽ മതി. ജീവിതത്തിൽ അവസാനത്തെ റമദാനായിരിക്കും. ഈ റമദാനിനെ പൂർണ്ണമായും നമ്മൾക്ക് വേണ്ടി റയ്യാൻ കവാടം ഒരുങ്ങി നിൽക്കാൻ, അള്ളാഹ് ഒരുങ്ങി നിൽക്കാൻ, സ്വർഗ്ഗം ഒരുങ്ങി നിൽക്കാൻ നമ്മൾ തയ്യാറായി മുന്നോട്ട് വരണം. പള്ളിയായിട്ട്, ക്ലാസ്സായിട്ട്, ഖുർആൻ ക്ലാസ്സുമായി എല്ലാത്തിനോടും നമ്മൾ സജീവമായി ബന്ധപ്പെടണം. എല്ലാ ദിവസവും രാവിലെ മലക്കൾ ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹു മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ദാനധർമ്മം ചെയ്യുന്നവന് നീ വീണ്ടും വീണ്ടും കൊടുക്കണമേ. റമദാന്റെ ഓരോ ദിവസവും കുറച്ച് പൈസ എടുത്തു വെക്കുക, കൊടുക്കുക, കൂടുതൽ ആവശ്യമുള്ളവർക്ക് വീണ്ടും കൊടുക്കുക. സഹോദരങ്ങളെ, ഈ 30 ദിവസം മാത്രമാണ് റമദാനിൽ, ഈ 30 ദിവസം മാത്രമാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറക്കുന്നത്, നരകത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ അള്ളാഹു അടച്ചു വെക്കുന്നത്. 30 ദിവസം മാത്രമാണ് അറ്റമില്ലാത്ത കൂലി നൽകുന്നത്. ഈ 30 ദിവസം മാത്രമാണ് അള്ളാഹു മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നത്. ഈ 30 ദിവസം മാത്രമാണ് ഓരോ സെക്കൻഡും ബർക്കത്തുള്ളത്. ഈ 30 ദിവസം മാത്രമാണ് അള്ളാഹു ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുന്നത്. ഇത് നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടുത്തരുത്, നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനെ, അള്ളാഹുവേ, പരിശുദ്ധ റമദാനിനെ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകണമേ. റഹ്മാനെ, അള്ളാഹുവെ, പരിശുദ്ധമായ റമദാനിനെ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകണമേ. റഹ്മാനെ, അള്ളാഹുവെ, റമദാനിൽ പ്രവാചകൻ പഠിപ്പിച്ച പോലെ പരമാവധി ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് അംബിയാ മുർസലീങ്ങളുടെ കൂടെ റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, റമദാനിനെ പൂർണ്ണമായും ഉപയോഗിക്കുക വഴി, സൽക്കർമ്മ നിരതരാവുക വഴി, പള്ളിയുമായി ഹൃദയബന്ധമുണ്ടാക്കുക വഴി റയ്യാൻ കവാടവും പരിശുദ്ധമായ റമദാനും പരലോകത്ത് ഞങ്ങൾക്ക് അനുകൂലമായി ശുപാർശ പറയുന്ന മനോഹരമായ രംഗം ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനെ, അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങളും നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റഹ്മാനെ, അള്ളാഹുവെ, SSLC അടക്കം വ്യത്യസ്തങ്ങളായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുകയും ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നല്ലവരായ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ, ഞങ്ങളുടെ മക്കൾക്ക് നാഥ നന്നായി പഠിക്കാനും നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനും നീ തൗഫീഖ് നൽകണമേ. റഹ്മാനെ,
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات